മുസൽമാനോ കാ സബ്സെ ബഡാ തെഹ്വാർ കോൻസാ ഹേ? മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം ഏതാകുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈദ് കാ തെഹ്വാർ കിസ് മഹീനെ കെ ബഅദ് ആതാ ഹേ? പെരുന്നാളിൻ്റെ ആഘോഷം ഏത് മാസത്തിൻ്റെ ശേഷമാണ് വരുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഈദുൽ ഫിത്ർ കോ മീഠി ഈദ് ക്യോं കഹ്തേ ഹൈ? ചെറിയ പെരുന്നാളിനെ മധുരമുള്ള പെരുന്നാൾ എന്ന് എന്തുകൊണ്ട് പറയുന്നു? നാലാമത്തെ ചോദ്യം, മുസൽമാൻ ഈദ് കി നമാസ് കഹാം പഠ്തേ ഹൈ? മുസ്ലിങ്ങൾ പെരുന്നാളിൻ്റെ നിസ്കാരം എവിടെ നിന്നാണ് നിർവഹിക്കുന്നത്? അഞ്ചാമത്തെ ചോദ്യം, റോസ കബ് സെ കബ് തക്ക് ജാരി രഹ്താ ഹേ? നോമ്പ് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ സമയം എഴുതാൻ. മൂന്നാമത്തെ എക്സസൈസ്, ഇൻ ജുംലോं को सही ലഫ്സ് സെ മുക്കമ്മൽ കീജിയെ. അവിടെ രണ്ട് ലഫ്ലുകൾ ഓരോന്നിൻ്റെയും നേരെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കുക. നാലാമത്തെ, ഈ സബക്ക് മേ കുച്ച് ലഫ്സോं को दो दो बार एक साथ इस्तेमाल किया गया, जैसे अलग अलग, अपनी अपनी, तरह तरह, जगह जगह. जिन जुमलों में इस तरह के लफ्ज़ों को इस्तेमाल किया गया है उन्हें तलाश करके यहाँ लिखिए. ഈ പാഠത്തിൽ അലഗ് അലഗ്, അപ്പിനി അപ്പിനി, തൊറ തൊറ, ജഗ ജഗ പോലെ ചില ലഫ്ലുകൾ ആവർത്തിച്ച് ഒരുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ജുംലകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അന്വേഷിച്ചിട്ട് അവിടെ എഴുതി കൊടുക്കുക ഏതൊക്കെ വന്നിക്കണമെന്നുള്ളത്. അഞ്ചാമത്തെ, സബക് സെ തീൻ ഐസെ ജുംലെ ചുൻകർ ലിഖിയെ ജിൻമേ സിഫത്ത് കാ ഇസ്തിമാൽ ഹുവാ ഹോ? സിഫത്ത് ഉപയോഗിച്ചിട്ടുള്ള, സിഫത്ത് നമ്മൾ പഠിച്ചല്ലേ അല്ലേ കഴിഞ്ഞ പരീക്ഷൻ്റെ ഇത് ഗുൽസാര ഉറുദുവിൽ. അപ്പോൾ അതിൽ സിഫത്തിലുള്ള 3 ജുംലകൾ എടുത്തിട്ട് ഇതിൽ എഴുതുക കേട്ടോ, 3 ജുംലകൾ. പിന്നെ ആറാമത്തെ, ഹിന്ദുസ്ഥാൻ കെ 5 മഷൂർ തെഹ്വാറോ കെ നാം ലിഖിയെ. ഇന്ത്യയിലുള്ള 5 അറിയപ്പെട്ട ആഘോഷങ്ങളുടെ പേര് എഴുതുക. ഏഴാമത്തെ, ദിയേ ഗയെ ഇഷാരെ കെ മുതാബിക് മുഹാവറോ കെ മാന കി നിശാൻ ദഹി കീജിയെ. അപ്പോൾ നിശാന്തഹി കീജി പറഞ്ഞാൽ അതിൻ്റെ അടയാളം, ആ വര വരയ്ക്കാൻ, അടയാളപ്പെടുത്താൻ. എന്താണ് ഇതിൽ ഓരോ എന്ത് ചെയ്തിന് ഓരോന്നിനും ഓരോ സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാൻ ചുടാന, പാല പട്ന, ആടെ ഹാത്ത് ലേന, നാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക, ഡിക്ഷണറി അന്വേഷിച്ച് നോക്കുക. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ജാൻ ചുഡാന, ഇതിലിപ്പോൾ ജാൻ ചുഡാന എന്നുള്ളതിൻ്റെ അർത്ഥം ജീവൻ രക്ഷിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇത് നേരെ പറഞ്ഞാൽ പീച്ച ചുഡാന, അങ്ങനെ വരച്ചു കേട്ടോ. ജാൻ ചുഡാന, പീച്ച ചുഡാന. ഓക്കെ, ഇനി അടുത്തത് പാല പഠന, അതിൻ്റെത് വാസിത്ത പഠന, ബന്ധം സൃഷ്ടിക്കാന്ന്. വാസിത്ത പഠന. ഓക്കെ, ഇനി അടുത്തത് ആടെ ഹാത്തോ ലേന, അത് പരീശാൻ കർണ എന്നാണ്. എന്ത് പരീശാൻ കർണ എന്ന് പറഞ്ഞാൽ ഇടങ്ങേറാക്കുക. ആടെ ഹാത്തോ ലേന പറഞ്ഞാൽ ഇപ്പോൾ ഇടങ്ങേറാക്കുക, ബുദ്ധിമുട്ടുണ്ടാക്കണേ, അതാണ് മുഹാവറ. ഒന്ന് ചെറിയ നിലക്ക് പേച്ചു കിട്ടോ, സോറി. അത് ആടെ ഹാത്തോ ലേന എന്നാൽ ബുരാ ബല കല കഹന, അതായത് നന്മയും തിന്മയും പറയാം, അതായത് ഒരാളെ പറ്റി കുറ്റം പറയാന്നൊക്കെ പറയും അല്ലേ. അവൻ്റെ ഒരു നമ്മൾ ആൾക്കാരുടെ ഇട്ടിട്ട് ഒരാളെന്ത് ചെയ്യരുത്, ആക്ഷേപിക്കരുത്, ഓരോ നന്മയും തിന്മയൊന്നും പറയരുത്. ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, അങ്ങനെ ആക്ഷേപിക്കുക, അങ്ങനെ പല അർത്ഥം ഉണ്ടായിരുന്നു. ബുരാബലാകഹന, ഓരോ നന്മയും തിന്മയും പറയണേ. ആടെ ഹാത്തോലേന. ഇനി അടുത്ത് നാക്കുമേ കർണ എന്നുള്ളതാണ് പരീക്ഷാൻ കർണ. അപ്പം ജാൻ ചുടാന, പീച്ച ചുടാന. അതേമാതിരി തന്നെ പാല പഠന എന്നുള്ളത് എന്ത് ബന്ധം സൃഷ്ടിക്കുക, എന്ത് വാസിത്ത പഠന. ഓക്കെ, ഇനി അതടുത്ത് അപ്പന ഉല്ലു സീത കാരണം സ്വന്തം കാര്യം നോക്കണേനെ പറയും. അതായത് അപ്പന മത്തലബ് നിൽക്കാറില്ല. അപ്പോൾ ഹാവ് നേരെ വാവുമ്പോൾ കിട്ടോ. ഇനി അടുത്തൊന്ന് നീക്കിയാട്ടെ. ഹവാക്കെ ഗോഡെ पर സവാർ കാരണം നല്ല സ്പീഡ് പോവുക. ഹവാറിന് കാറ്റിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ജൽദി ബാസി കാരണം അതാ മുജീമ്. ഇനി അടുത്ത് താക്കുമേ രഹന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണേ, തലാസ്മേ രഹന അന്വേഷണത്തിൽ ജീവിക്കണേ. അപ്പോൾ അതാണ് ഇങ്ങനെ തന്നെ നിങ്ങൾ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നേരെ എഴുതിയാലും മതി, നോട്ട് ബുക്കൊക്കെ എഴുതിയെടുത്താലും മതി. അപ്പോൾ മുഹാവറകളാണ് പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരും. പിന്നെ ഇതിൻ്റെ അടുത്ത് ദീ ഗൈ തസ്വീറോങ്ക നാം ലിഖിയെ, എന്താ താഴെയുള്ള ഫോട്ടോത്തിൻ്റെ പേരുകൾ എഴുതാൻ. അപ്പോൾ ഇൻഷാല്ലാ ഉഷാറ് ചെയ്ത് എന്ത് ചെയ്യുക, ഇത് ഇതിൻ്റെ കാർഡാണ്, നമ്മൾ പെരുന്നാൾക്കൊക്കെ കാർഡ് അയക്കുമല്ലേ,
അപ്പോൾ ഒരു കാർഡ് ഇതേമാതിരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യുക, കത്തയച്ച് കൊടുക്കുക. നല്ല രസം ഉണ്ടാവും. 50 പൈസ ഉണ്ടാവുള്ളൂ ഒരു കാർഡിന്, അല്ലെങ്കിൽ 1 റുപ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാർഡ് വാങ്ങാൻ എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് കത്തയച്ചോളൂ. എന്തെങ്കിലുമൊക്കെ ചിത്രം വരച്ചിട്ട് ഇത് നിങ്ങൾ കളർ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് എന്ത് ചെയ്യണം, ഇത് കാർഡുമേ രംഗ് ഭരിയ, ഇതിൽ കളർ കൊടുക്കുക. പിന്നെ നാം അവർ പത്താലിക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഇതിൽ ഇവിടെ പേരും അഡ്രസ്സ് എഴുതുന്നിടത്ത് ഉറുദുവിൽ പേരും അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത് ഇസ്ലാമിക് കലണ്ടർ കാ 12 മഹീനോ കാ നാം യാദ് കീജിയെ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്നുള്ള ഇതില്ല, 12 മാസങ്ങൾ അത് പഠിക്കുക. അതേമാതിരി തന്നെ ഉറക്കെ വായിക്കാനും അതേമാതിരി തന്നെ നല്ല എഴുത്താക്കി ഇതിൽ എന്ത് ചെയ്യുക, ഏത് ഉഷാർ നല്ല കൈ എഴുത്താക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.